അപ്പൊ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കത്തില്ലേ? എന്നെ നിങ്ങൾ കല്യാണം കഴിക്കും? എടി ഇല്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനു ഇവിടെ കിടന്നിട്ട് ആവശ്യമില്ലാത്ത വിഷയം ഉണ്ടാക്കണത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാളെ അവളുടെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടുമ്പോ അതേസമയം എന്റെ മാമന്റെ മകൻ സുനിൽ, തടിമില്ലി നടത്തുന്ന സുനിൽ എന്റെ കഴുത്തിൽ വരുന്ന മാല്യം ചാർത്തും. അവൻ മിടുക്കനാ, സുനിൽ മിടുക്കനാ. എന്നെക്കാലം കൂടുതലായിട്ട് അവൻ എന്തുണ്ടടി? മണി ഇഷ്ടംപോലെ പൈസ. സരസമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ നമുക്കിവിടെ TV-യിൽ ഒരു മുറി എടുത്ത് താമസിക്കാം. അത് രാവിലെ വീട്ടിൽ പോവുകയും ചെയ്യാം. ചേട്ടൻ എന്നെ ഇങ്ങനെയാണ് കരുതിയിരിക്കുന്നല്ലേ? ഞാൻ ഇത്രക്കാരിയാണെന്ന് ചേട്ടനോട് ആര് പറഞ്ഞു? സരസമ്മ ശബ്ദം ഉണ്ടാക്കാതെ അവിടെ ഇരിക്കൂ. ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞു. ഇഷ്ടമില്ലെങ്കിൽ വേണ്ട. അതിനിങ്ങനെ ക്ഷോഭിക്കുന്നതിന്. ഞാൻ പാവമാണ് ചേട്ടാ. അതുകൊണ്ട് ചേട്ടൻ എന്നെ ചതിക്കുമോ? ഞാൻ ചേട്ടനോട് ഒരുമിച്ച് വന്നാൽ ചേട്ടൻ എന്നെ ഉപേക്ഷിക്കുമോ? അതുകൊള്ള ആരെങ്കിലും ഉപേക്ഷിക്കാൻ വേണ്ടി വിളിച്ചോണ്ട് പോകും. എങ്കിൽ ഞാൻ വരാം. സരസമ്മയുടെ വീട്ടിലേക്കല്ലേ? അല്ല, ചേട്ടൻ പറഞ്ഞെടുത്ത് TV-യിലേക്ക്. എവിടെ കേക്കോ എന്റെ ദൈവമേ. അതുകൊണ്ട് എന്തുവാ ഞാൻ എന്റെ പിള്ളേരെ കൊണ്ടത് വീട്ടിലങ്ങ് ആക്കി. എന്തോ തെറുപടിയാ. ഞാൻ പറഞ്ഞാന്ന് ഈ ഇട്ടാവട്ടെ നിങ്ങളുടെ ഈ കുടുംബക്കാരുടെ ഈ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവരുടെ കൊണ്ടുവന്ന് വീട് വെക്കണം ഞാൻ പറഞ്ഞായിരുന്നു. ഈ ഇള ചെറുക്കൻ ഈ തെറിയെല്ലാം കൂടെ കേൾക്കുവാ. അങ്ങ് അവൻ എന്നോട് വല്ലതും ചോദിച്ചാലോ ഞാൻ കൊണ്ടുവന്ന് വീട്ടിലാക്കി. അംഗൻവാടി നേരെ കോളേജിലോട്ട് കൊണ്ടുപോയിട്ട് ചേർക്കണേ. എന്റെ അച്ഛൻ തെറിയൊന്നും പറയത്തില്ല. അണ കേട്ടിട്ടുണ്ടോ? തെറി പറയത്തില്ല. ടൊമാറ്റോ തുപ്പുന്നത് പോലും തെറിയാ. എന്റെ മോളെ ഒന്നും കേൾക്കുന്നില്ല. അത് റേഞ്ച് ഇല്ലാത്തോണ്ട് എന്തോ ഞാൻ വിളിച്ചത്. മോളെ വീഡിയോ കോൾ ഒന്ന് വിളിച്ചാൽ ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണറി. പിന്നെ ഇനി 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അടുത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫോണ് റേഡിയോ സ്റ്റേഷനാ. പ്രഭാതപരിയൊക്കെ ഉണ്ടോ? റേഡിയേഷനാന്ന്. റേഡിയേഷനോ? അപ്പൊ നീ വരുമ്പോ കണ്ടോളാം. അതാ അല്ല, ഞാൻ അരുണേട്ടനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇരിക്കുവായിരുന്നു. ഈ പ്രസവ സമയത്ത് ബ്ലഡ് ആവശ്യം വന്നപ്പോ എന്തോ നിങ്ങളുടെ പെങ്ങളുടെ ബ്ലഡ് എന്റെ ശരീരത്തോട്ട് കുത്തിവെച്ചത് എനിക്കത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. എനിക്ക് അർജന്റ് ആയിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഗ്രൂപ്പും നിന്റെ ഗ്രൂപ്പും സെയിം ആണ്. അന്നേരം വെച്ചല്ലേ അത്? അയ്യോ, ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ചേർന്നോണ്ടല്ലോ. അവളെന്നോട് സ്നേഹം കൊണ്ടൊന്നും ചെയ്തൊന്നും അല്ല. അവൾക്ക് ഫ്രൂട്ട് കിട്ടും, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത. ഞാൻ വീട്ടിലോട്ട് പറഞ്ഞെ ഞാൻ ഈ ബ്ലഡ് ഞാൻ അവിടെ അടുത്ത് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ മിണ്ടത്തോളെ. എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് എന്റെ കൈയും കാലും ഇറക്കുന്നത് ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? ഞാനാണോ നിങ്ങളോട് ചൂടാവുന്നത്? നിങ്ങളുടെ പെങ്ങളാ നിങ്ങളോട് ചൂടാവുന്നത്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ കേട്ടോ എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല. നിങ്ങളുടെ പെങ്ങളുടെ ബ്ലഡ് അല്ലേ എന്റെ ശരീരത്തിൽ കിടന്ന് തിളയ്ക്കുന്നത്. അപ്പൊ ചൂടാകും ഞാൻ.